ഹലോ! അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഞാൻ പുതിയൊരു ലോങ് വീഡിയോയുമായിട്ട് വന്നതാണ്. കുറേ കാലമായി കണ്ടിട്ടല്ലേ. അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ, എത്തിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടണോ എന്നൊക്കെ ഇങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോസ് താമസിക്കുന്നത്. കുറേ വീഡിയോസൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ വിചാരിച്ചൊക്കെ കളയാം വേണ്ടാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നാലും മനസ്സ് കേൾക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്തോ ഒരു മനസ്സിന് ഭയങ്കര പ്രയാസം. അതുകൊണ്ട് വെച്ച് എന്തായാലും ഇനിയൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങാതെ. പിന്നെ 2-3 മാസമായിട്ട് വീഡിയോസ് വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൂൺ എൻഡ് ആയപ്പോഴത്തേന് നാട്ടിലേക്ക് പോയി. അത് പ്രതീക്ഷിക്കാതെ ഒരു യാത്രയായിരുന്നു. ഏട്ടൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജൂലൈ ഫുള്ള് അവിടെ തന്നെയായിരുന്നു. പിന്നെ ഓഗസ്റ്റ് ആദ്യമാണ് നമ്മളിവിടെ എത്തിയത്. ആ സമയത്തെല്ലാം വർഷക്കുട്ടിക്കും വിമാനം ഇവിടെ സമ്മർ വെക്കേഷനായിരുന്നു. അതുകൊണ്ട് സ്കൂളൊക്കെ ലീവായിരുന്നു. പിന്നെ ഞങ്ങൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേന് തിരിച്ച് സ്കോട്ട്ലാൻഡിലെത്തി. ഇവർക്ക് ഒരു ഓഗസ്റ്റ് ഒരു 10 ഒക്കെ ആയപ്പോഴത്തേന് സ്കൂൾ ഓപ്പൺ ആവുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് വന്നതിന് ശേഷം അങ്ങനെ നമ്മൾ വേറെ എങ്ങും ഒന്നും പോയൊന്നുമില്ലായിരുന്നു. കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് എന്നാൽ വർഷക്കുട്ടി പോകാനും പറഞ്ഞ് നമുക്കിന്ന് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു വലിയ പാർക്കാണിത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് വന്നതാണ്. അപ്പം നേരെ അങ്ങോട്ട് കയറിയില്ല. ആദ്യം ഇവരുടെ കണ്ണിൽ പെട്ടത് ഈ ഐസ്ക്രീം ഷോപ്പാണ്. വന്നില്ല, അതിന് മുമ്പേ ഐസ്ക്രീം മേടിക്കണം. ഒന്ന് നടക്കാനേ തുടങ്ങിയില്ല. എൻട്രൻസിലെത്തിയപ്പോഴേ ഫസ്റ്റ് ഐസ്ക്രീം. പക്ഷേ എന്താ വാനിലയാ ഉണ്ടല്ല, ഇവ സ്ട്രോബെറി എൻ്റെ കൂടെ മേടിച്ചോ. കൊള്ളാമോ? നൈസ്, നല്ല ഐസ്ക്രീമാ. ബ്രെഡ് മേടിക്കേണ്ടിയായിരുന്നു. ആമ്പൽപ്പൂ ആമ്പൽപ്പൂ നിറച്ചുണ്ട്. മഴയല്ല, അത് ഭംഗിയുണ്ടല്ലേ. നമ്മളെപ്പോലെ ഒരു ഇന്ത്യൻ സ്വന്തം പറയുന്ന ഫോട്ടോ എടുത്തോണ്ട് ഐസ്ക്രീം കഴിക്കണം. അവര് പറഞ്ഞു നമുക്ക് കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കണം. എല്ലാ അച്ഛന്മാരും ത്യാഗികളാണെന്നാണ് അച്ഛൻ പറയണത്. ആ ഒരു ഫാമിലിയിൽ അച്ഛൻ മാത്രം വാങ്ങിയില്ല, പിള്ളേരും അമ്മയ്ക്കും ഭാര്യയ്ക്കല്ല, അമ്മയ്ക്കും മോക്ക് വാങ്ങിച്ചു കൊടുത്തത്. അച്ഛൻ ത്യാഗിയാണ്. ഞങ്ങൾ ഷെയർ ചെയ്യാം, എന്നാ കഴിച്ചോളൂ. ആണോ? ട്രൈ ചെയ്യാൻ നോക്കട്ടെ. കൊള്ളാം. ഫുള്ള് കണ്ടോ? അവിടെ ഒന്ന് കണ്ടോ? നന്നായിരിക്കുന്നു. വാ പക്ഷേ വന്നത് കാര്യം കഴിഞ്ഞല്ലോ. ഐസ്ക്രീം മേടിച്ചല്ലോ, എൻ്റെ വീട്ടിൽ പോമ്മ. മിഷൻ കംപ്ലീറ്റ്. പോമ്മ. സക്സസ് ആയല്ലോ, പോമ്മ. അവൻ്റെ ബോട്ടിലും അവനും ബോട്ടിൽ വേണം അച്ഛൻ്റെ കൂടെ. എല്ലാവരും ടേബിളൊക്കെ കൊണ്ടിട്ട്, ഉച്ചയ്ക്കൊക്കെ നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നു, നല്ല വെയിലും ഒക്കെ ആയിട്ട് എല്ലാവരും ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി നല്ല സൂപ്പർ വെതറായിരുന്നു. നാക്ക് കുഴയണം ഐസ്ക്രീം കഴിച്ചു. ഇംഗ്ലീഷ് പ്രോജക്റ്റ് ചെയ്തോ? ഹിസ്റ്ററിയില്ല ഇംഗ്ലീഷില്. ബ്രൂക്കൻ ഗ്ലെൻ പാർക്കിന്റെ ഹിസ്റ്ററിനെ പറ്റി. ഇങ്ങോട്ട് പോ. ആ വഴി നമ്മൾ പോയിട്ടില്ല. ലാസ്റ്റ് ടൈം ഇങ്ങ് വഴിയാണ് പോയല്ലേ. ഇപ്രാവശ്യം ഈ വഴി പോകാം. സൂപ്പർ പ്ലേസ് അല്ലേ, അടിപൊളി.
പൂ പറിച്ചു തരുമോ? സ്നേഹമുണ്ടെങ്കിൽ പറിച്ചു തരൂ. Be careful for baby frog frogs. ചേട്ടൻ്റെ പാട്ട് ഞാൻ ഇതിലിടും. വരില്ല ഇറങ്ങാം ബാ. അങ്ങനെയല്ലേ? ഇല്ല അങ്ങനെ പോകാൻ പറ്റൂല, റൗണ്ട് അടിച്ച് ഇല്ലേ? എന്നാ ബാ ഇറങ്ങും. പക്ഷെ ആരും കാണൂല. കൊള്ളല്ല. അയ്യോ എന്തൊരു സ്നേഹം. എന്താടാ ചോദിച്ചത് അതിനോട്? റിമെമ്പർ ചെയ്യുന്നുണ്ട് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ സംസാരിക്കും. ശരിക്കും ശ്രീ വന്ന് ഇത്രയും വർഷങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ, അതിന് മെമ്മറീസ് ഉണ്ട്, അതിന് ലൈഫ് ഉണ്ട്. കണ്ടുപിടിച്ചിരിക്കും. മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കും. ചേട്ടന് ആഗ്രഹമുണ്ട് ചെയ്യേ. ഞാനും ചെയ്യണോ? ഞാൻ അപ്പുറത്ത് വേണ്ട. ഇതിലിവിടെ ഇലയൊക്കെ പഴുത്ത് തുടങ്ങി. കണ്ടോടാ നല്ല ഭംഗിയുണ്ടല്ലേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാവും. അവിടെ നിൽക്കുക, അടിപൊളി ഒരു ഫോട്ടോ എടുക്കാം. വെയിറ്റ് ചെയ്യും. നമുക്ക് നല്ല തിരക്കുണ്ടെന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ സാധനം കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫുഡ് കഴിക്കാനുള്ള എല്ലാവരും ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. എന്ത് ചെയ്യാൻ പറ്റും? പല എടുത്തോണ്ട് വരേണ്ടിയായിരുന്നു. പിന്നെ ഇറങ്ങിയല്ലോ നമ്മൾ, അത് വലിയ കാര്യം. ഇറങ്ങുന്നില്ലെന്ന് വിചാരിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആളിനെ പിടിച്ചിങ്ങിച്ചോണ്ട് വന്നതാണ്. ഇപ്പം തണുത്ത കാറ്റടിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലേ? ചെറിയൊരു തണുപ്പ്. പക്ഷെ നേരത്തെ ഉള്ളതിനെക്കാട്ടി ഇല്ല. അരമണിക്കൂർ ഇരുന്നിട്ട് പോവാം. അപ്പോഴത്തേനും വീണ്ടും തണുക്കാൻ തുടങ്ങും. വാ ഭയങ്കര കാറ്റ്. അതാ നല്ല ഭംഗിയുണ്ട്. കാണുന്നുണ്ടാ പോടാ. ശരി ബാ. നല്ല നീ പറപ്പി. തണുത്ത കാറ്റടിക്കാൻ തുടങ്ങും. റോഡിൽ കൂടെ പോകാം. ചുറ്റിപ്പറ്റി ജീവിക്കുന്നത് ഈ മരത്തിന് ന്യൂട്രീഷനൊക്കെ എടുത്ത് അത് ജീവിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ നടന്ന് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ അകത്തൂടെ പോയാൽ മതിയായിരുന്നു. അത് പക്ഷേ കുറച്ചൊരു ഷോർട്ട് കട്ട്. ഇല പൊഴിയും തുടങ്ങിയിട്ടുണ്ട്. ഓട്ടം സീസൺ സ്റ്റാർട്ടായി. ഉടനെ തന്നെ ഒരു പണി കിട്ടി. മീൻ കൊടുത്തു ഞങ്ങളുടെ ഫ്രണ്ട്. അപ്പം നല്ല അയലയും പിന്നെ ഇതാണ് കിളിമീൻ. അയ്യോ ചാടിപ്പോണം. അപ്പം ഇതിനെ ഫ്രൈ ചെയ്യാം. അയല കറി വെക്കാമെന്ന് വിചാരിച്ചു. കഴിയും കല്ലുപ്പിട്ട് കഴിയാൻ നല്ല വൃത്തിയാണ്. എന്തെങ്കിലും അടുത്ത് കളികളൊക്കെ ഉണ്ടാക്കി പോകും. ആ ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാനാണ്. കുറച്ചുകൂടെ ക്ലീനാവും.
നമുക്കിവിടെ നാട്ടിലെ പോലെ വെളിയിലൊന്നും പോയി കഴുകാൻ പറ്റുന്നില്ല. എല്ലാം ഈ കിച്ചണുള്ളിൽ തന്നെ കഴുകുന്നത് കൊണ്ട് ഭയങ്കര സ്മെല്ലടിക്കും മീനിൻ്റെ. ഒരു നാരങ്ങ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് നാരങ്ങ വെച്ച് ഫസ്റ്റ് നമുക്ക് ഡിഷ് വാഷർ വെച്ച് ഫുള്ള് കഴുകാം. കുറച്ച് നാരങ്ങ വെച്ച് കഴുകി അങ്ങ് സ്മെല്ലെല്ലാം പോകും. എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ വീട്ടിനകത്ത് വെച്ച് മീൻ കഴുകത്തേ ഇല്ല, വെളിയിൽ പോയി തന്നെ കഴുകും. ഇവിടെ നമുക്ക് അങ്ങനെ സൗകര്യമില്ലല്ലോ. നമ്മളിതുപോലെ നാരങ്ങ വെച്ച് നല്ല മണമാവും. അയില കറി വെക്കാം. നമുക്ക് ഫ്രൈക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ തുള്ളിയും കുരുമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു മസാല റെഡിയാക്കാം. വെളുത്തുള്ളി വേണം, പിന്നെ ഫ്രഷായിട്ടുള്ള കുരുമുളക് വേണം, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തെങ്കിൽ ഒന്നിച്ചങ്ങ് പേസ്റ്റായിട്ട് വരും. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ ഞാൻ ഇങ്ങനെ ഒരു കയ്യുടെ അളവാണ് ഇടുന്നത്. കുരുമുളക് ഇട്ട് വറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കത് കുറച്ച് ഇറങ്ങി. പിന്നെ വേണ്ടത് മുളക് പൊടി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 4 മീൻ. ഞാൻ എപ്പോഴും വെക്കുന്ന പോലെയല്ല മീൻകറി വെച്ച്, ഒരു വെറൈറ്റി മീൻകറി വെച്ചത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കളറ് കിട്ടും. പിന്നെ നമ്മൾ തേങ്ങ എടുക്കണം. അതിലേക്ക് നമ്മൾ ഈ പൊടിയൊക്കെ ഇങ്ങനെ വാട്ടി വെച്ചില്ലേ, അതിനെ ഇതിൽ തേങ്ങയുടെ കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കണം. ആ സമയം അതേ ചട്ടിയിൽ തന്നെ ഒരു ചെറിയൊരു തക്കാളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിക്കണം. നമുക്ക് ഇത് പിറ്റേ ദിവസം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി മീൻ വറക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായ സമയത്ത് ഇതുപോലെ മീൻ ഒന്ന് അനക്കി കൊടുക്കണേ വെക്കുന്ന സമയത്ത്. അങ്ങനെ കൊടുത്തെങ്കിൽ മീൻ തിരിച്ചിടുന്ന സമയത്ത് അതിൻ്റെ മസാലയൊന്ന് പാനിൽ ഒട്ടാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി മീൻ വറക്കുന്ന സമയത്ത് ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നന്നായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയണേ. ഞാൻ എത്ര ഉപ്പ് നോക്കിയാലും എനിക്ക് തോന്നും ഉപ്പ് കുറവാണെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഏട്ടനെ വിളിക്കും. ഏട്ടനാണ് കറക്റ്റായിട്ട് ഉപ്പ് നോക്കി പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വർഷിക്കുട്ടി കറക്റ്റായിട്ട് പറയും കേട്ടോ, ഉപ്പ് വേണോ പുളി വേണോ എന്നൊക്കെ ഉള്ളത്. ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ തന്നെ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ. അപ്പം ചോറും മീൻകറിയും മീൻ വറുത്തതൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പം ഞാൻ തന്നെ ആദ്യം ഫുഡ് കഴിച്ചത് കേട്ടോ. നന്നായിട്ട് പാർക്കിൽ നടന്നത് കൊണ്ടാണോയെന്ന് അറിയത്തില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ നാടൻ ഐറ്റം അങ്ങോട്ട് കാണുമ്പോൾ പിന്നെ നമുക്കങ്ങോട്ട് കൊതി അങ്ങോട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കുന്ന സമയത്ത് ഏട്ടൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പിന്നെ ഏട്ടനെ കൂടെ വിളിച്ചിട്ട് 1 രൂപ കൊടുത്തു. ഏട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട, നീ മനസ്സമാധാനത്തെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം, എന്നാലും ഏട്ടന് ഇതുപോലത്തെ നാടൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് മീൻ കറി ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഏട്ടൻ കഴിച്ച് നോക്കി, ഏട്ടന് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഞാൻ ഈ മീൻ കറി നെക്സ്റ്റ് ഡേ കഴിച്ചപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് തോന്നി കേട്ടോ. എപ്പോഴും മീൻ കറിയൊക്കെ കുറച്ച് അങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിയോടുകൂടി ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം വീണ്ടും വീഡിയോസുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.